അങ്ങനെയല്ല. പ്രവാചകന്മാർ പൊതുസ്പർശനം മറവ് ചെയ്തതല്ല. പ്രവാചകന്മാർ എവിടെയാണോ വഫാത്തായത് അവിടെ മറമാടണം. അതിനടിസ്ഥാനമില്ല. ഇത് അമ്പിയാക്കളെ എവിടെ വെച്ചു മരിച്ചോ അവിടെ മറയണം എന്നാണ്. അത് വീട്ടിൽ മറയുക എന്നുള്ളതല്ല. ഇവിടെ എവിടുന്നാണോ മരിച്ചത് അവിടെ മറയുക. തങ്ങന്മാർ എവിടെ മരിച്ചാലും പരിവിടുന്ന് പറയും. അപ്പം അത് രണ്ടാണ്. അത് വരുമാനം കിട്ടാനാണ്. വരുമാനം പുറത്തേക്ക് പോകാതെ കുട്ടികൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയാണ് ആ വകുപ്പ് ഉണ്ടാകുന്നത്. അത് ഇതിനിട്ട് ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ തങ്ങൾ എവിടുന്ന് മരിച്ചാലും അവിടെ വെച്ചിട്ട് മറയുകയാണ് വേണ്ടത്. ഇതാണ് ഒരു അടിസ്ഥാനമെങ്കിൽ. എന്നാൽ പ്രവാചകന്മാരുടെ വിഷയത്തിൽ അതുണ്ട്. അവിടെ എവിടെയാണോ വഫാത്തായത് അവിടെയാണ് മടമാടപ്പെടേണ്ടത് എന്ന് നബി മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് നബി വഫാത്തായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു എടുത്തു പറഞ്ഞു. നബി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് അവിടെ മറവ് ചെയ്യുന്നതും. അതുകൊണ്ട് പ്രവാചകന്മാരുടെ ശരീരം മണ്ണിനെ അല്ലാഹു ഹറാമാക്കി. അബൂ ദാവൂദ് ധരിച്ച ഹദീസാണ്, സ്വഹീഹായ റിപ്പോർട്ടാണ്. അത് പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും മണ്ണിലേക്ക് ലയിച്ച് പോവുകയില്ല. അല്ലാത്തവരുടെ അങ്ങനെ തത്വം പറഞ്ഞിട്ടില്ല. നബിമാർ അല്ലാത്തവരുടെ തത്വം അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ദ്രവിക്കാതെ കിടന്നേക്കാം. ദ്രവിക്കാതെ കിടന്നു എന്നതുകൊണ്ട് അയാൾ സ്വാലിഹാവണം എന്നില്ല. സ്വാലിഹായത് കൊണ്ട് ദ്രവിക്കാതിരിക്കണം എന്നുമില്ല. ചിലപ്പോൾ ആദരിച്ചുകൊണ്ട് അല്ലാഹ് സംരക്ഷിച്ചേക്കാം, ചിലപ്പോൾ അനാദരിച്ചുകൊണ്ട് സംരക്ഷിച്ചേക്കാം. ഫിറഔനെ സംരക്ഷിക്കുന്നു പറഞ്ഞു, അത് ആദരിച്ചതല്ല. ഫിറഔന്റെ ശരീരം അല്ലാഹ് പറഞ്ഞു ഞാൻ ഇന്ന് സംരക്ഷിക്കും, അത് ആദരിച്ചതല്ല, അത് അവനെ നിന്ദിച്ചതാണ്, അപമാനിച്ചതാണ്. അങ്ങനെ വരാം. ഒരു പക്ഷെ ആദരവിന്റെ ഭാഗമായി ഉണ്ടായേക്കാം. ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞു പിന്നെ ദ്രവിച്ചേക്കാം. മണ്ണിന്റെ സ്വഭാവം അനുസരിച്ചും അതിന് കാല വ്യത്യാസത്തിൽ മാറ്റമുണ്ടാകും. ചില മണ്ണിന് പെട്ടെന്ന് ജീർണിച്ചു പോകും, ചില മണ്ണിന് കുറച്ച് അധികം സമയം പിടിക്കും. അതൊക്കെ ഓരോ നാടിൻ്റെ മണ്ണിൻ്റെ പ്രകൃതം അനുസരിച്ച് അതിലും മാറ്റം. അപ്പോൾ മയ്യത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ അതോടുകൂടി അയാൾ സ്വാലിഹാണെന്നോ മറ്റൊരു മയ്യത്ത് കിട്ടില്ല എന്നുകൊണ്ട് അയാൾ മോശക്കാരനാണ് എന്നോ ഒന്നും അതിൽ അർത്ഥമില്ല.